റൈസർ 9000 സീരീസിലെ സി പി യുസും ആസ്റോക്കിന്റെ മദർ ബോർഡുമായിട്ടുള്ള ചേരാത്ത സംഭവത്തിന്റെ വിശേഷങ്ങളെ കുറിച്ചിട്ട് നമ്മൾ പറയുന്നുണ്ട്. ഫോർസ ഹൊറൈസൺ 6ന്റെ സിസ്റ്റം സ്പെക്സ് വന്നിട്ടുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതിനെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്യും. ഗെയിം കളിക്കാൻ നിങ്ങൾ പ്രായം എന്ന് വിചാരിക്കണമെന്നുണ്ടെങ്കിൽ റെസിഡന്റ് ഈവിൽ റെക്വയം കളിച്ചു തീർത്ത ഒരു അപ്പൂപ്പന്റെ കഥയും നമ്മൾ ഇന്നിവിടെ പറയും. AI ബബിൾ പൊട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റാം പ്രൈസിന്റെ വിലയൊക്കെ കുറയാൻ വേണ്ടി പോകുന്നു എന്നും പറഞ്ഞുകൊണ്ട് നമ്മളുടെ ഒരു വീഡിയോ ജനറേറ്റീവ് AI വെച്ചിട്ട് വീഡിയോ ജനറേറ്റ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ അവർ അടച്ചുപൂട്ടി. അപ്പോൾ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള സത്യാവസ്ഥ എന്താണെന്നും നമ്മൾ ഇന്ന് ചർച്ച ചെയ്യും. ഹാർഡ്വെയർ ടിവിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ നമുക്ക് ആസ്റോക്കിൻ്റെ മദർ ബോർഡും നമ്മുടെ റൈസർ 9000 സീരീസും തമ്മിലുള്ള ചേരാത്ത വിവാഹ ബന്ധത്തെക്കുറിച്ച് സംസാരിക്കാം. സംഭവം വേറൊന്നുമല്ല, കുറച്ച് നാളായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും ആസ്റോക്കിൻ്റെ മദർ ബോർഡുകൾ അത്യാവശ്യം റൈസർ 9000 സീരീസിൽ വരുന്ന, അല്ലെങ്കിൽ 9800X3D, 9850X3D, പിന്നെ 9700X ഇങ്ങനെയുള്ള ചില X3D CPUs ആയിരുന്നു കൂടുതൽ വന്നിരുന്നത്. ഒരിടക്ക് X വെർഷൻ CPUസും വരുന്നുണ്ടായിരുന്നു. അപ്പോൾ കൊന്നുകൊണ്ടിരിക്കണമായിരുന്നു. അപ്പോൾ ഈയിടെയായിട്ട് വന്നത് ഒരു ബയോസ് വെർഷൻ സെപ്പറേറ്റ്ലി സംഭവം കുറച്ച് CPUസിനെ കൊന്നിട്ടുണ്ട്. എക്സാക്ട് വെർഷൻ ആണ് പറയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആസ്റോക്കിൻ്റെ മദർ ബോർഡാണ് 9000 സീരീസ് CPU ആണുള്ളതെന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ബയോസ് വെർഷൻ 4.10 എന്ന് പറയുന്ന വെർഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പഴയ ബയോസിലേക്ക് ആക്കുന്നതായിരിക്കും നല്ലത്. സംഭവം ഒരു റെഡിറ്റ് യൂസറിനാണ് സംഭവിച്ചത്. ആസ്റോക്കിൻ്റെ X870 Pro RS55 എന്നുള്ള ഒരു മദർ ബോർഡായിരുന്നു. ബയോസ് അപ്ഡേറ്റ് ചെയ്തു, 4.10ലേക്ക് അപ്ഡേറ്റ് ചെയ്തു, സിസ്റ്റം ഫ്രോസ് ആയി, അതിനുശേഷം വർക്ക് ചെയ്യാണ്ടായി. ഒരു വർഷം യാതൊരുവിധ കുഴപ്പവും ഇല്ലാതെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സിസ്റ്റം ആയിരുന്നു ഈ സെയിം സ്പെക്ക് വെച്ചിട്ട്. അപ്പോൾ ഈ ഒരു ബയോസ് വെർഷനിലേക്ക് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ പറഞ്ഞ CPU ഇഷ്യൂസ് വന്നത്. CPUയും DRAമിൻ്റെയും LED ഓൺ ആയിരുന്നു. ഇത് യൂഷ്വലി മീനിങ് ചെയ്യുന്നത് CPU ഡെഡായി എന്നുള്ളൊരു അർത്ഥമാണ്. കോമഡി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലും ഒരു ഓവർ ക്ലോക്കിംഗ് സംഭവം ഉണ്ടായിരുന്നില്ല. നമ്മുടെ AMDയുടെ റാമിൻ്റെ പ്രൊഫൈലായിട്ടുള്ള എക്സ്പോ, അതായത് നമ്മൾ റാം മേടിച്ചിട്ട് ആ റാമിൻ്റെ യഥാർത്ഥ സ്പീഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ പ്രൊഫൈൽ ആഡ് ചെയ്യണം. അപ്പോൾ AMDയുടെ പേര് എക്സ്പോ എന്നാണ് ആ റാമിൻ്റെ പ്രൊഫൈൽ. ബയോസിൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതുപോലും ഈ പുള്ളിക്കാരൻ ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. റാം റൺ ചെയ്തുകൊണ്ട് സ്ലോസ്റ്റ് സ്പീഡ്സിലായിരുന്നു. ഇത്രയും സേഫ് ആയിട്ടുള്ളൊരു സിസ്റ്റം ആയിരുന്നു വെറും ഒരു ബയോസ് അപ്ഡേറ്റ് കൊണ്ടിട്ട് ആ CPUവിനെ കൊന്നത്. കോമഡി എന്താണെന്ന് വെച്ചാൽ ആസ്റോക്ക് ഈ ബയോസ് വെർഷൻ റിലീസ് ചെയ്തപ്പോൾ അവർ പ്രത്യേകം പറഞ്ഞിരുന്നത് അത് ബൂട്ട് ഇഷ്യൂസ് സോൾവ് ചെയ്യുന്നു, റൈസർ 9000 സീരീസിൻ്റെ CPUസിന് സ്റ്റെബിലിറ്റി വർദ്ധിപ്പിക്കുന്നു. ഈ രണ്ട് കാര്യങ്ങളാണ് സംഭവം ഈ ബയോസിൽ വരുന്നതെന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ആസ്ട്രോക്ക് ബയോസ് റിലീസ് ചെയ്തത്. അപ്പോൾ ഈ റിസൾട്ടിൽ നമുക്ക് മനസ്സിലാക്കാം ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും നടന്നിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളൊരു PC ബിൽഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നമ്മളുടെ റൈസൻ ബേസ്ഡ് CPU ആണെന്നുണ്ടെങ്കിൽ 9000 സീരീസ് CPUവും ആസ്റോക്കിൻ്റെ മദർ ബോർഡും തമ്മിൽ ചേർക്കാതിരിക്കുക. കുറച്ച് നാൾ ആസ്റോക്ക് നല്ല ക്വാളിറ്റിയുള്ള മദർ ബോർഡാണ്. എൻ്റെ ആസ്റോക്കിൻ്റെ മദർ ബോർഡാണ് ആസ്റോക്ക് Pro RS എന്ന് പറയുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി മദർ ബോർഡാണ്. നല്ല പവർഫുൾ സ്ട്രോങ് VRM ഉള്ള ഒരു മദർ ബോർഡാണ്. ചെറിയ MATX വെർഷൻ അല്ല, നോർമൽ വെർഷൻ. അപ്പോൾ എനിക്ക് പറയാനായിട്ടുള്ളത്, നിങ്ങൾ ഒരു റൈസൻ ബേസ്ഡ് അല്ലെങ്കിൽ റൈസൻ 9000 സീരീസിൽ വരുന്ന ഒരു CPU ബേസ്ഡ് ആയിട്ട് ഒരു PC പണിയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കുറച്ച് നാളത്തേക്ക് നമ്മളുടെ ആസ്റോക്കിൻ്റെ മദർ ബോർഡ് ഒന്ന് മാറ്റി വെച്ചേക്കുക. വേറെ ഏതെങ്കിലും മദർ ബോർഡ് ചൂസ് ചെയ്യുക. ആസ്റോക്ക് നല്ല ക്വാളിറ്റിയുള്ള മദർ ബോർഡ് ഇടയ്ക്കാണ്, പക്ഷേ എന്തോ അവരും നമ്മളുടെ ഈ 9000 സീരീസിലുള്ള CPU തമ്മിലുള്ള അങ്ങോട്ട് ചേരുന്നില്ല. ഫോർസ ഹൊറൈസൺ 6 മെയിൽ റിലീസ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന, PCയിലും Xbox സീരീസ് Xലും Sലും റിലീസ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന നമ്മളുടെ ഫോർസ ഹൊറൈസൺ 6ൻ്റെ സിസ്റ്റം സ്പെക്സ് വന്നിട്ടുണ്ട്. ജപ്പാനിലാണ് സംഭവം നടക്കുന്നത്. ഈ ഗെയിമിൻ്റെ വേൾഡ് സെറ്റ് ചെയ്തിരിക്കുന്നത് ജപ്പാൻ. ഓൾറെഡി ബ്യൂട്ടിഫുൾ ആണ്. നിങ്ങൾ അസാസിൻസ് ക്രീഡ് ഷാഡോസ് എന്ന് പറഞ്ഞ ഗെയിം കളിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗോസ്റ്റ് ഓഫ് സുഷിമ, ഗോസ്റ്റ് ഓഫ് യോട്ടായി കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഗെയിമിൻ്റെ വേൾഡ് എന്തുമാത്രം ബ്യൂട്ടിഫുൾ ആണ്. അത് എല്ലാ ഗെയിമിലും ജപ്പാൻ തന്നെയായിരിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്തും ജപ്പാൻ തന്നെയായിരിക്കും. വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു സിസ്റ്റം സ്പെക്കാണ് അവർ റിലീസ് ചെയ്തിട്ടുള്ളത്. സംഭവം മിനിമം ഗ്രാഫിക്സ് സെറ്റിംഗ് റെക്കമെൻഡഡ്, എക്സ്ട്രീം റേറ്റ് ട്രേസിംഗ് ഗെയിമിങ്ങിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്പെക്കാണ് അവർ റിലീസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് 1080p റെസൊല്യൂഷനിൽ ലോവസ്റ്റ് ഗ്രാഫിക്സ് സെറ്റിംഗ്സിൽ ഗെയിം റൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട CPU എന്ന് പറയുന്നത് റൈസൻ 5 1600 അല്ലെങ്കിൽ ഇന്റൽ കോറിൻ്റെ i5 8400. ഇതാണ് നിങ്ങൾക്ക് വേണ്ട മിനിമം CPU. ഗ്രാഫിക് കാർഡ് ഇവർ പറയുന്നത് നമ്മളുടെ RTX അല്ല, GTX 1650 അല്ലെങ്കിൽ നമ്മളുടെ AMDയുടെ 6500 XT അല്ലെങ്കിൽ ഇന്റൽ ആർക്കിൻ്റെ A380. വളരെ കുറഞ്ഞ ഒരു സ്പെക്കാണ്. അപ്പോൾ 1080p റെസൊല്യൂഷനിൽ മിനിമം ഗ്രാഫിക് സെറ്റിങ്സിൽ 60 FPS ആണ് അവർ ഇതുകൊണ്ടിട്ട് പറയുന്നത്.
സിസ്റ്റം റാം 16 GB റാം വേണം എന്നാണ് പറയുന്നത്. ഈ മിനിമത്തിന് 8 GB അല്ല 16 GB സിസ്റ്റം റാം വേണം. സ്റ്റോറേജ് നിങ്ങൾക്കൊരു SSD മതി, NVMe ഒന്നും ആവശ്യമൊന്നുമില്ല. ബേസിക് ആയിട്ടുള്ളൊരു SSD മതി. വിൻഡോസ് 10 11 സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ 1080p റെസൊല്യൂഷനിൽ ഏറ്റവും ലോവസ്റ്റ് സെറ്റിംഗ്സിൽ വരുന്നത്. അപ്പോൾ ഇനി എക്സ്ട്രീം റേ ട്രേസിംഗ് ഉപയോഗിച്ചിട്ട് കളിക്കണം എന്നാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് AMDയുടെ സൈഡിൽ നിന്ന് ഒരു 7700X പോലത്തെ ഒരു CPU അല്ലെങ്കിൽ ഇൻ്റലിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ 12700K പോലെയുള്ള ഒരു CPU വേണം. ഗ്രാഫിക് കാർഡ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ 9070XT അല്ലാന്നുണ്ടെങ്കിൽ 5070 Ti ഏകദേശം ഇപ്പോഴത്തെ ജനറേഷനിലുള്ള കോമ്പീറ്റ് ചെയ്യുന്ന ഒരു പവർഫുൾ കാർഡുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് 40 സീരീസിലുള്ള ഒരു GPU ആണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 30 സീരീസ് ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 3080 ലെവൽ അല്ലെങ്കിൽ 3080 ലെവൽ വേണ്ടി വരും. അത് നമ്മൾ AMDയുടെ ഭാഗത്തു നിന്നാണെങ്കിൽ ഒരു 68 RX 6800 ഒക്കെ വേണ്ടി വരാൻ സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ 4000 സീരീസിലാണെന്നുണ്ടെങ്കിൽ NVIDIയുടെ ഭാഗത്തു നിന്നാണെങ്കിൽ ഇപ്പോൾ ഒരു 4070 Ti സൂപ്പർ ഉണ്ടെങ്കിൽ ഓക്കെ ആയിരിക്കും. AMDയുടെ ഭാഗത്തു നിന്നാണെങ്കിൽ 7800XT പ്രതീക്ഷിക്കാം നമുക്ക്. എക്സ്ട്രീം റേ ട്രേസിംഗ് ഒക്കെ ഉപയോഗിച്ച് കളിക്കണമെന്നുണ്ടെങ്കിൽ AMD അത്ര റേ ട്രേസിങ്ങിൽ അത്ര പോരാ. NVIDIയാണ് അതിൽ മികച്ച് നിൽക്കുന്നത്. അപ്പോൾ 32 GB റാം വേണമെന്നാണ് അവർ പറയുന്നത്. ഈ പറയുന്ന എക്സ്ട്രീം റേ ട്രേസിംഗ് ഉപയോഗിച്ച് കളിക്കാനായിട്ട് NVMe SSD വേണമെന്നാണ് ഇവർ ഇതിൽ പറയുന്നത്. വിൻഡോസ് 10 വിൻഡോസ് 11 സപ്പോർട്ട്. ഇതിൽ ഗ്രാഫിക്കൽ പ്രീസെറ്റിൽ ഇവർ പറയുന്നത് റേ ട്രേസിംഗ് എനേബിൾഡ് റെസൊല്യൂഷൻ 4K അപ്സ്കെയിൽഡ് ടാർഗറ്റ് FPS 60 FPS. അതായത് 4K നേറ്റീവിലല്ല നിങ്ങൾക്ക് ഈ 5070 Tiയും 9070XT വെച്ചിട്ട് കളിക്കാൻ വേണ്ടി പോകുന്നത്. അപ്സ്കെയിൽഡ് ആയിട്ടുള്ള 4K റെസൊല്യൂഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു 5070 Ti 9070XT വേണ്ടത്. സംഭവം വേറെ ഒന്നുമല്ല, ഈ ഒരു ലെവലിൽ കിട്ടണം 4K കളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് VRAM എന്തോന്നാലും 16 GB വേണം. പോരാത്തതിന് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇനി അങ്ങോട്ട് ഭാവിയിലേക്ക് VRAM ഉള്ള കാർഡ് നോക്കിയെടുക്കുക. കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലാന്നുണ്ടെങ്കിലും അപ്സ്കെയിലിംഗ് ആണ് ഇനി വരാൻ വേണ്ടി പോകുന്ന ടെക്. അതിൽ ഒരു പരിധിയുണ്ട്. ഹാർഡ്വെയർ ലെവലിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താനായിട്ട് ഒരു പരിധിയുണ്ട്. ഇനി ഈ സെയിം ഹാർഡ്വെയർ ഉപയോഗിച്ചിട്ട് സോഫ്റ്റ്വെയർ വെച്ചിട്ട് AI ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നല്ല അടിപൊളി, അതാണ് ഫ്യൂച്ചർ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഞാൻ നേറ്റീവിൻ്റെ ആളാണ്, എനിക്ക് അതൊക്കെ വേണമെന്നൊക്കെയാണ് പറയാൻ വേണ്ടി പോകണമെന്നുണ്ടെങ്കിൽ നടക്കില്ല. അപ്സ്കെയിലിംഗ് തന്നെ വേണം. അപ്പോൾ അതനുസരിച്ചിട്ട് ഞാൻ അപ്സ്കെയിലിംഗ് ഉപയോഗിക്കാൻ വേണ്ടി ഒരു ടിപ്പും കൂടി പറഞ്ഞുതരാം. NVIDIA ചൂസ് ചെയ്യുക. ഞാൻ 3 കാർഡും ചൂസ് ചെയ്തിട്ടുള്ള ആളാണ്. AMD, NVIDIA, Intel. NVIDIA ചൂസ് ചെയ്യുക. ഗൈസ്, ഞാൻ റെസിഡന്റ് ഈവിൽ കളിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഗ്രേസിന് വെച്ചിട്ട് ഞാനൊരു സ്ഥലത്ത് ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല. 2 ക്ലൂ ഞാൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എനിക്ക് ഈ ഗൈഡുകൾ നോക്കി കളിക്കുന്നത് ഇഷ്ടമല്ല. ഞാൻ സ്വന്തമായിട്ട് പറ്റാണ്ടായി മടുക്കുമ്പോൾ മാത്രമേ നോക്കുകയുള്ളൂ. പക്ഷേ ഇവിടെ 91 വയസ്സുള്ള ഒരു അപ്പൂപ്പൻ റെസിഡന്റ് ഈവിൽ റെക്വiem എന്നുള്ളൊരു ഗെയിം ഒരു ഗൈഡ് ലൈനും ഇല്ലാതെ ഈ പോകുന്ന സ്ഥലത്ത് നിന്ന് കിട്ടുന്ന ഗെയിമിൽ നിന്ന് കിട്ടുന്ന ക്ലൂകളും കാര്യങ്ങളൊക്കെ ഒരു നോട്ട്ബുക്കിൽ എഴുതി മാപ്പിൽ നോക്കാതെ പടത്തിലൊക്കെ വരച്ച് ഞാൻ ഈ റൂം ക്ലിയർ ചെയ്തു, ആ റൂം ക്ലിയർ ചെയ്തു, ഇവിടെ നിന്ന് എന്തെങ്കിലും എടുക്കാനായിട്ടുണ്ടോ, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടായിരുന്നു, ഇതൊക്കെ എല്ലാം മാപ്പിൽ വരച്ച് പഴയ രീതിയിൽ ഒരു റിയൽ ലൈഫ് കുറ്റാന്വേഷണം നടത്തണ പോലെ നമ്മുടെ റെസിഡന്റ് ഈവിൽ റെക്വiem 91 വയസ്സുള്ള ഒരു അപ്പൂപ്പൻ കളിച്ച് തീർത്തിരിക്കുകയാണ്. നമ്മുടെ ചൈനീസ് ഗെയിമർ ആയ 91 വയസ്സുള്ള അപ്പൂപ്പൻ യാങ് ബിൻഗ്ലിൻ എന്നാണ് പുള്ളിക്കാരൻ്റെ പേര്. ഇത് ഈ ഒരു ഗെയിം കളിച്ച് തീർത്തിരിക്കുന്നു. അതായത് യാതൊരുവിധ ക്ലൂ ഉപയോഗിക്കാതെ നമ്മളെ ഗെയിമിൽ സെറ്റിങ്സിൽ പോലും നേരത്തെ എടുത്ത സംഭവങ്ങൾ നോക്കിയിട്ടല്ല ഒരു ഗെയിം കളിക്കാൻ നേരത്ത് ആ ഒരു സംഭവത്തിൻ്റെ സ്റ്റോറി, ബേസ്, സ്ഥലം, മാപ്പ്, ക്ലൂകൾ എന്തൊക്കെ എവിടെയൊക്കെ ചേരും ഇതെല്ലാം നോട്ട്ബുക്കിൽ എഴുതി പഴയ ഓൾഡ് ഫാഷൻ വേയിൽ കളിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമ്മളുടെ ഓൾഡസ്റ്റ് ഗെയിമിംഗ് സ്ട്രീമർ, എനിക്കൊന്നും ഗിന്നസ് വേൾഡ് റെക്കോർഡ് വരെ പുള്ളീനെ തേടി എത്തിയിട്ടുണ്ട്. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ പുള്ളിയുടെ കഥ നിങ്ങൾ കാണണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അടിപൊളി കഥയാണ് ഗൈസ്. അപ്പോൾ കുറേ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം. നമ്മളുടെ AI ബബിൾ പൊട്ടി, ഇതിൻ്റെ ആദ്യ ലക്ഷണം, സൂചന എന്നൊക്കെ പറഞ്ഞുകൊണ്ടിട്ട് വേറൊന്നുമല്ല, നമ്മളുടെ സോറ എന്ന് പറയുന്ന ജനറേറ്റീവ് AI വെച്ചിട്ട് വീഡിയോ ഉണ്ടാക്കുന്ന ആ ഒരു ആപ്ലിക്കേഷൻ, പബ്ലിക്കിന് ഉപയോഗിക്കാൻ പറ്റിയ ആ ഒരു ആപ്ലിക്കേഷൻ നമ്മളുടെ OpenAI അത് അടച്ചുപൂട്ടി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് ഡിസ്നിയുമായിട്ടൊക്കെ കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞു വന്നിരുന്നത്. അതായത് 1 ബില്യൺ ഓളം ഡിസ്നി വെച്ചിട്ട് കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നു അവരുടെ വർക്കിന് വേണ്ടിയിട്ടും ഇതൊക്കെ ഉപയോഗിക്കാം എന്നുള്ള രീതിയിൽ. അപ്പോൾ അത് പറയുന്നത് ശരിക്കും ആക്ച്വലി ഒന്നും നടന്നില്ല, അത് മുന്നോട്ട് പോയില്ല, അത് വെറും റൂമർ മാത്രമായിരുന്നു. അപ്പോൾ ഈ ഒരു ന്യൂസിനെ ബേസ് ചെയ്തുകൊണ്ട് അപ്പോൾ എല്ലാവരും കുറച്ച് പേരൊക്കെ നമ്മളുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇൻ്റർനെറ്റിൽ മൊത്തത്തിൽ ഈ ഒരു കമ്മ്യൂണിറ്റിയിലുള്ളവർ ആഘോഷിക്കുകയായിരുന്നു സംഭവം. AI ബബിൾ പൊട്ടി, ചിലപ്പോൾ റാം പ്രൈസസ് കുറഞ്ഞ് വരും എന്നൊക്കെ ഉള്ള രീതിയിൽ. സംഭവം ഇതിൻ്റെ പുറകിലേക്ക് നമ്മൾ കൂടുതൽ വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും അവരിത് നിർത്താനായിട്ട് കാരണം അവർക്ക് ഇതിലും ലാഭം പബ്ലിക്കിന് ഇതേപോലെയുള്ള സാധനം കൊടുക്കുന്നതിൽ വേറെ മറ്റുള്ള
കമ്പനികൾക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ പുറകിൽ വലിയ വലിയ പ്ലെയേഴ്സിന് ഈ സെയിം സർവീസ് അവർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ചും കൂടി പൈസ കൂടുതൽ കിട്ടും. ജനറേറ്റീവ് AI വെച്ചിട്ട് വീഡിയോ ഉണ്ടാക്കുന്ന കാര്യം മാത്രമല്ല, കോഡിങ്, ഇവരുടെ എഞ്ചിനീയറിങ്, ഇവരുടെ മൊത്തം റിസോഴ്സ് അങ്ങോട്ട് മാറ്റുകയാണ്. അപ്പോൾ അതിൽ നിന്ന് അവർക്ക് കൂടുതൽ ലാഭം കിട്ടുന്നു. അവർ കണക്കൂട്ടി നോക്കിയപ്പോഴേക്കും ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂവിൽ വെച്ചിട്ട് നമ്മളെപ്പോലുള്ള പബ്ലിക് ഇന്ത്യ പോലുള്ള സാധനങ്ങളും റിസോഴ്സും കാര്യങ്ങളൊക്കെ തന്നതിനും അത് ഒപ്റ്റിമൈസ് ചെയ്യാനായിട്ട് അതിൻ്റെ പുറകിൽ വർക്ക് ചെയ്യുന്നതിനും അവർക്ക് ലാഭം. വലിയ കമ്പനിക്ക്, അതായത് B2B, ബിസിനസ് ടു ബിസിനസ്, അവർക്ക് സംഭവം നടത്തിയിട്ടുണ്ടെങ്കിൽ അതാണ് ലാഭം. അപ്പോൾ AI ബബിൾ പൊട്ടുമോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ചോദ്യത്തിന് ഉത്തരം ഒന്നുകൂടി പറയുന്നു. ഇത് യാതൊരുവിധ സൂചനയുമല്ല. ഇത് AI ബബിൾ വളരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചന മാത്രമാണ്. ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ പൊട്ടുമായിരിക്കും. സംഭവം വേറൊന്നുമല്ല, നമ്മളെപ്പോലെയുള്ള ബേസിക് ലെവൽ പെസൻസിന് ഇവർ ഈ പറയുന്ന ഈ ജനറേറ്റീവ് AI വെച്ചിട്ട് ഇത്രയും വലിയ റിസോഴ്സ് പ്ലാറ്റ്ഫോമൊക്കെ തന്നതിനേക്കാളും റെഗുലർ ഇൻകം, ലാഭം, പൈസയൊക്കെ കിട്ടുന്നത് അവർക്ക് അതൊരു B2B അല്ലെങ്കിൽ ബിസിനസ് ടു ബിസിനസ് സാധനം വിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് കിട്ടും. അപ്പോൾ കൂടുതൽ ലാഭം കിട്ടുന്നു. വീണ്ടും ഈ സംഭവം AI തന്നെ, AI ടെക്നോളജി തന്നെ, ഇത് വേറൊരു ബിസിനസ്സിന് ഡയറക്റ്റായിട്ട് വിറ്റിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിൻ്റെ പുറകിൽ ഉള്ള റിസോഴ്സ് മൊത്തം അങ്ങോട്ട് കോൺസെൻട്രേറ്റ് ഉണ്ടെങ്കിൽ ഇവർക്ക് നല്ല രീതിയിലുള്ള പൈസ തിരിച്ചു വരാൻ പറ്റും. അതുകൊണ്ട് മാത്രമാണ് അവർ അടച്ചുപൂട്ടിയത്, അല്ലാതെ AIന്ന് ലാഭം കിട്ടുന്നില്ല എന്നതുകൊണ്ടിട്ട് മാത്രം അല്ല. അപ്പോൾ ഇതുവരെ നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് വീണ്ടും സംസാരിക്കുന്നു. ചിലപ്പോൾ ഒരാളാകാം, 2 പേരാകാം, 3 പേരാകാം. അപ്പോൾ നിങ്ങൾക്കുള്ള സജഷൻസ് വീണ്ടും കമൻറ്റിൽ അറിയിക്കുക. ഇങ്ങനത്തെ ടൈപ്പ് വീഡിയോസൊക്കെയാണ് കാണുക. എനിക്ക് ഈ സംഭവം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിപ്പോൾ പഠിത്തമൊക്കെ കഴിഞ്ഞ് എൻ്റെ ഒരു ഇഷ്ടത്തിൻ്റെ പുറകിൽ അല്ലെങ്കിൽ ഞാൻ ചെയ്തിരുന്ന അല്ലെങ്കിൽ ഞാൻ ഫോളോ ചെയ്തിരുന്ന സംഭവം ഡോക്യുമെൻ്റ് നിങ്ങളോടും കൂടി ഷെയർ ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഞാനിത് തുടങ്ങിയത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിക്കുന്നു. സജഷൻസ് അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.